നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട് ആരാധകർ കാത്തിരിക്കുന്ന വാർത്ത അദ്ദേഹത്തെ മാർച്ച് മാസത്തിലെ കോളപ്പിലെ ആഞ്ചലോട്ടി സ്ക്വാഡിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വാർത്തയാണ് ഇപ്പോൾ ബ്രസീലിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നെയ്മർ ആഞ്ചലോട്ടി സ്ക്വാഡിൽ എടുക്കില്ല എന്ന് ESPN ബ്രസീൽ പുറത്തുവിടുന്നു. ഇത് വ്യാപകമായിട്ടിപ്പോൾ ഫുട്ബോൾ ലോകത്ത് ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ കോളപ്പ് ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുമുള്ള ആ കോളപ്പിലേക്കാണ് ആഞ്ചലോട്ടി താരത്തെ ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. CBF സൂപ്പർ താരത്തെ, അതായത് നെയ്മർ ജൂനിയറെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഈ ഫ്രണ്ട്ലി മത്സരത്തിൽ ഉൾപ്പെടുത്താൻ ഒരു പ്ലാനുമില്ല. ആഞ്ചലോട്ടിയുടെ ടെക്നിക്കൽ സ്റ്റാഫ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നെയ്മർ ജൂനിയറെ സ്ക്വാഡിലേക്ക് എടുത്ത് അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ പ്ലാൻ റിമൈൻസ് ദി സെയിം ഫോർ വേൾഡ് കപ്പ്. ഒരു പക്ഷേ മെയ് മാസത്തിൽ അദ്ദേഹം വേൾഡ് കപ്പിന് റെഡിയാണോ അല്ലയോ എന്നുള്ളത് വീണ്ടും പരിശോധിക്കും. ഓക്കെ ആണെങ്കിൽ വേൾഡ് കപ്പിന് കൊണ്ടുപോകും. ആഞ്ചലോട്ടി കീപ്സ് ദി ഡോർസ് ഓപ്പൺ ഫോർ നെയ്മർ ബട്ട് ഡസ് നോട്ട് അപ്പിയർ ഡെസ്പറേറ്റ് ടു ഹാവ് ഹിം നൗ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആഞ്ചലോട്ടി നെയ്മർക്കായിട്ട് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുപോയേ പറ്റൂ. വേൾഡ് കപ്പിന് എങ്ങനെയും നെയ്മറെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഡെസ്പറേഷനൊന്നും കാർലോ ആഞ്ചലോട്ടിക്കില്ല. അപ്പോൾ നെയ്മർ ജൂനിയറുടെ വേൾഡ് കപ്പിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ പ്ലേയേഴ്സ് പ്രോഗ്രസ് അണ്ടിൽ ഡേയ്സ് ബിഫോർ ദി ഫൈനൽ കോളപ്പ്. വേൾഡ് കപ്പിന് മുമ്പുള്ള ഫൈനൽ കോളപ്പ് വരുന്നത് മെയ് 27 ആയിരിക്കുമെന്നാണ് ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള ദിവസങ്ങളിൽ എങ്ങനെയുള്ള പെർഫോമൻസ് ആയിരിക്കും നെയ്മർ കാഴ്ചവെക്കുക, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയായിരിക്കും എന്നതൊക്കെ നോക്കിയിട്ട് മാത്രമാണ് അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോവുകയുള്ളൂ. നെയ്മർ നല്ല രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ 4ാമത്തെ വേൾഡ് കപ്പ് കളിക്കാനുള്ള അവസരം നെയ്മർ ജൂനിയർക്ക് നഷ്ടമായേക്കും എന്നാണ് ഇപ്പോൾ ഉള്ള ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. ഇത് ആഞ്ചലോട്ടിയുടെ നേരത്തെയുമുള്ള നിലപാടാണ്. ആരോടും ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ, എനിക്ക് ആരോടും ഒരു കടപ്പാടുമില്ല, നന്നായി കളിക്കുന്നവൻ ആരോ അവനെ കൊണ്ടുപോകുന്നതാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ആഞ്ചലോട്ടി ഇവിടെ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ്. മാർച്ച് മാസത്തിലെ ബ്രസീൽ ടീമിൻ്റെ മത്സരങ്ങൾക്കുള്ള കോളപ്പ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ആ കോളപ്പിൽ ഉൾപ്പെടുത്താൻ മാത്രമുള്ള പെർഫോമൻസ് ഒന്നും ഇപ്പോൾ നെയ്മർ നടത്തിയിട്ടുമില്ല. ആകെ 2 കളിയെ കളിച്ചിട്ടുള്ളൂ. ഒന്നിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലും വന്നു, ഒന്നിൽ അദ്ദേഹം ഫുൾ ടൈം കളിച്ചു. ആ ഫുൾ ടൈം കളിച്ച കളിയിൽ ഗെയിം റിതം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഈ മത്സരങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ട എന്ന് കോച്ച് തീരുമാനിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ഇതിപ്പോൾ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു, ബ്രസീൽ മാധ്യമങ്ങൾ ഉദ്ധരിച്ചു. നോക്കുക, ഗാസ്നെഡൂൽ, നമുക്കറിയാമല്ലോ അർജന്റീൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള വാർത്തകൾ തരുന്ന TYC സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റാണ് ഗാസ്നെഡൂൽ. ആ ഗാസ്നെഡൂലിൻ്റെ റിപ്പോർട്ടാണ്. ചിരി വന്ന എന്താ അറിയും, ഗാസ്നെഡൂൽ എന്ന് പറയുമ്പോൾ ഇവിടെ ചിലർക്ക് പിടിക്കൂല, പിടിക്കേണ്ടതേ. അപ്പോൾ ആ ഗാസ്നെഡൂലിൻ്റെ റിപ്പോർട്ടാണ്. ബ്രസീലിയൻ മീഡിയ കൺഫേം ചെയ്യുന്നു, ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഫിഫ മാച്ച് ഡേ ബിഫോർ ദി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ മാർച്ച് 21 മുതൽ 30 വരെയുള്ള ഫിഫ മാച്ച് ഡേയിലേക്ക്, അതായത് നമ്മളിവിടെ വിൻഡോ തന്നെ, ആ ഫിഫ വിൻഡോക്ക് ഉൾപ്പെടുത്തില്ല. കാരണം അതിനുശേഷം പിന്നീട് 1 more ഫിഫ മാച്ച് ഡേയ്സ് ഉണ്ട്. അത് ജൂൺ 1 മുതൽ ജൂൺ 9 വരെയാണ് വേൾഡ് കപ്പിന് മുമ്പുള്ളത്. അപ്പോൾ ആ സമയം ഒക്കെ ആകുമ്പോഴേക്കും വേൾഡ് കപ്പ് റോസ്റ്റർ ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നെയ്മറുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് ഗാസ്നെഡൂലും റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.